ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ അമേരിക്കയും ഇസ്രായേലും വീണ്ടും സൈനിക നടപടി സ്വീകരിച്ചാൽ അത് അന്താരാഷ്ട്ര സമൂഹത്തിന് വലിയ ദോഷമുണ്ടാക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുന്നറിയിപ്പ് നൽകി. ഇത്തരം നീക്കങ്ങൾ ഒഴിവാക്കണമെന്നും നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകണമെന്നും പുടിൻ ട്രംപിനോട് ആവശ്യപ്പെട്ടതായും ക്രെംലിൻ വക്താവ് യൂറി ഇഷാക്കോവ് പറഞ്ഞു. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി തുടരുന്നതിനിടെ വ്ളാഡിമിർ പുടിനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കഴിഞ്ഞ ദിവസം ഫോണിൽ സംസാരിച്ചിരുന്നു. ഇരു നേതാക്കളും തമ്മിൽ 90 മിനിറ്റോളം ഫോൺ സംഭാഷണം നടത്തിയതായി ക്രെംലിൻ വക്താവ് അറിയിച്ചിട്ടുണ്ട്. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ നീട്ടാനുള്ള ട്രംപിൻ്റെ തീരുമാനത്തെ പുടിൻ സ്വാഗതം ചെയ്തു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും യുക്രൈൻ യുദ്ധവുമാണ് പ്രധാനമായും ചർച്ചയായതെന്നും ഇഷാക്കോവ് വ്യക്തമാക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനായി ഏത് തരത്തിലുള്ള സഹകരണത്തിനും തയ്യാറാണെന്ന് റഷ്യ അമേരിക്കയെ അറിയിച്ചു. ഇറാനുമായുള്ള വെടിനിർത്തൽ നീട്ടാനുള്ള ട്രംപിൻ്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്ത പുടിൻ നീക്കം മേഖലയിലെ സാഹചര്യം സുസ്ഥിരമാക്കാൻ സഹായിക്കുമെന്നും അഭിപ്രായപ്പെട്ടു. 5ാം വർഷത്തിലേക്ക് കടന്ന യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചും ഇരു വിഭാഗ നേതാക്കളും ചർച്ച ചെയ്തതായി ക്രെംലിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധഭൂമിയിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് ട്രംപ് ചോദിച്ചറിഞ്ഞപ്പോൾ റഷ്യൻ സൈന്യം തന്ത്രപരമായ മുന്നേറ്റം നടത്തുകയാണെന്ന് പുടിൻ മറുപടി നൽകി. യുക്രൈൻ ഭരണകൂടം യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെന്ന കാര്യത്തിൽ ഇരു നേതാക്കളും സമാനമായ അഭിപ്രായമാണ് പങ്കുവച്ചതെന്നും ക്രെംലിൻ അഭിപ്രായപ്പെട്ടു. മെയ് 9 നടക്കുന്ന റഷ്യയുടെ വിജയദിന ആഘോഷത്തിൻ്റെ ഭാഗമായി വെടിനിർത്തലിന് തയ്യാറാണെന്നും പുടിൻ അറിയിച്ചിട്ടുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനിക്കെതിരെ സോവിയറ്റ് യൂണിയൻ നേടിയ വിജയത്തിൻ്റെ ഓർമ്മയിലാണ് റഷ്യ ഈ ദിവസം ആഘോഷിക്കുന്നത്. പുടിൻ്റെ ഈ നീക്കത്തെ ട്രംപും സ്വാഗതം ചെയ്തു. യുക്രൈൻ്റെ പ്രത്യാക്രമണ ഭീഷണിയുള്ളതിനാൽ ഇത്തവണ വിജയദിന പരേഡ് നിയന്ത്രണങ്ങളോടെ മാത്രമായിരിക്കും നടക്കുകയെന്ന് ക്രെംലിൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു.